ഹലോ, നമസ്കാരം. ഇന്നത്തെ വ്ളോഗ് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം വർഷത്തിലൊരിക്കൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര പയ്യന്നൂരേക്കാണ്. ട്രെയിൻ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. ജനാലയിലൂടെ മാറിപ്പോകുന്ന കാഴ്ച, ചായയുടെ മണം, സ്റ്റേഷനിലെ തിരക്ക്, ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ബാംഗ്ലൂരിലെ തിരക്കുന്ന് പതുക്കെ മാറി നാട്ടിലെത്തുമ്പോൾ എന്തോ ഒരു സമാധാനം തോന്നും. അമ്മയും അനിയത്തിയും പച്ചപ്പും മഴയും നെൽപ്പാടങ്ങളും നമ്മുടേത് എന്നൊരു ഫീലിംഗ്. വീട്ടിലെത്തുമ്പോൾ എപ്പോഴും ആദ്യം നോക്കുന്ന അച്ഛനും അമ്മേനെയാണ്. എത്ര വയസ്സായാലും മാതാപിതാക്കളുടെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും കുട്ടികളാകുന്നത് സത്യമാണല്ലോ. ഞാൻ അമ്മയുടെയൊക്കെ നല്ല അടി ഉണ്ടാക്കും കേട്ടോ. പക്ഷെ എന്നാലും അമ്മേൻ്റെ ഭക്ഷണം, അച്ഛൻ്റെ വിശേഷങ്ങൾ, വീട്ടിലെ മണം, ഇതൊന്നും എവിടെയും കിട്ടൂല. എൻ്റെ അനിയത്തീൻ്റെ ഒപ്പം ചിലവഴിക്കുന്ന സമയമാണ് ഈ ട്രിപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം. ഇതെൻ്റെ അച്ഛനാണ്. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിക്കാറുള്ളൂ. അത്രേ പറ്റാറുള്ളൂ. അവൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്, ഞാൻ ബാംഗ്ലൂരും. പക്ഷെ എല്ലാ വർഷവും ഈ ഒരു 10 ദിവസം ഒന്നിച്ച് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും വീട്ടിലിരുന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ സമയം നിൽക്കുന്ന പോലെ തോന്നും. ഇത് ഞാനും അച്ഛനും അനിയത്തിയും കൂടെ കറങ്ങാൻ പോയതാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങും. പിന്നെ പഴയ കഥകൾ, പുതിയ കാര്യങ്ങളുടെ പ്ലാനിങ്, ചിലപ്പോൾ ഒന്നും പറയാതെ ഒരുമിച്ചിരിക്കുന്ന പോലും ഒരു ആശ്വാസമാണ് അല്ലേ. ജീവിതം എത്ര തിരക്കായാലും ചില ബന്ധങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് ഓരോ വർഷവും ഈ യാത്ര എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇതെൻ്റെ കുശുമ്പ് കാണിക്കുന്ന അനിയത്തി. അമ്മ എൻ്റെ തലയിൽ മാത്രമേ എപ്പോഴും എണ്ണ തേച്ച് മസാജ് ചെയ്ത് തരാറുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. അത് സത്യമാണോ? നോക്കാം അതിൻ്റെ മുഖത്തെ കുശുമ്പ്. ഞങ്ങൾ എത്ര വലുതായാലും ഇതൊന്നും മാറുന്നില്ല. ആ ചെറുപ്പത്തിലെ കളികളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊരു ഭാഗ്യമാണ്. അതിനുശേഷം ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഷോപ്പിംഗ്. കേരളത്തിൽ വന്നാൽ ട്രഡീഷണൽ ക്ലോത്ത്സ് ഒന്നും വാങ്ങാണ്ട് മടങ്ങൂല. കോട്ടൺ ഡ്രസ്സ്, സാരി, സെറ്റുമുണ്ട്, ഓരോ ഷോപ്പിലും കയറി നോക്കും. വാങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം ഡിസൈൻ കണ്ടും ട്രൈ ചെയ്തും ഒക്കെ അങ്ങനെ 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 അങ്ങനെ. ചിലപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ 1 മണിക്കൂർ എടുക്കും. പക്ഷെ അതാണ് നമ്മുടെ ഫൺ. ഇത് ഞങ്ങളുടെ വീടാണ്. വീടും വീട്ടുമുറ്റവും പറമ്പും ഒക്കെയാണ്. ഇവിടെ കിട്ടുന്ന ഒരു സമാധാനം എവിടെയും കിട്ടുന്നില്ല. പിന്നെ ഷോപ്പിംഗ് പോകുന്നത് ഞങ്ങളെപ്പോഴും ഓട്ടോ പ്രിഫർ ചെയ്യും. കാരണം ഇവിടെ പയ്യന്നൂർ ഞങ്ങൾക്ക് കാറെടുത്ത് പോയാൽ പാർക്കിങ്ങിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഫീൽ ചെയ്യും. ഓട്ടോ ആണെങ്കിൽ ആ പഴയ ഒരു നൊസ്റ്റാൾജിക്ക് ഫീലാണ്. ചില ഓട്ടോയിലാണെങ്കിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി ഡിസ്കോ പോലെ ഇരിക്കും. അതിൻ്റെ ക്ലിപ്പ് ഞാൻ കാണിക്കാം. ഇപ്രാവശ്യം ഞങ്ങൾ പോയത് കല്യാൺ സിൽക്സിലാണ്. മോക്ക് ഒരു പട്ടുപാവാട എടുക്കാൻ. അവളെ എല്ലാ കൊല്ലവും ഓണത്തിന് ഒരു പട്ടുപാവാട സ്ഥിരമായിട്ട് ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകും ഡൽഹിയിലോട്ട്. നല്ല കളക്ഷൻസ് ആയിരുന്നു. എനിക്ക് പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് മീനൂട്ടി തന്നെയാണ് എൻ്റെ മോള്. അപ്പോൾ അവൾക്ക് വാങ്ങിക്കുന്നത്, അവൾക്ക് സെലക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെൺകുട്ടികൾക്ക് എനിക്ക് അങ്ങനെ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. എനിക്ക് 2 ആൺകുട്ടികളാണല്ലോ. അപ്പം അനിയത്തി അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് നോക്കി ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്യാം. നല്ല രസമാണ് പരിപാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഈ ചെറിയ ചെറിയ നിമിഷങ്ങളാണ് പിന്നീട് ഓർമ്മകളായി മാറുന്നത് അല്ലേ. അവൾ ഫോട്ടോ എടുത്ത് മോക്ക് അയച്ചു കൊടുത്തിട്ട് ഏതാ ഇഷ്ടം എന്ന് കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഓട്ടോയിൽ, ഒരു ഡിൻചാക്ക് ഓട്ടോയിൽ
ഡിസ്കോ ഓട്ടോ എന്ന് പറയാം. അതിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. ബാംഗ്ലൂർ എപ്പോഴും അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ജീവിതം. പക്ഷേ നാട്ടിൽ വന്നാൽ സമയം കുറച്ച് പതുക്കെ പോകുന്ന പോലെ തോന്നും. അതാണ് ഈ നാടിൻ്റെ മാജിക്. പിന്നീട് ഓരോ നല്ല യാത്രയ്ക്കും ഒരവസാനം ഉണ്ടല്ലോ. അതുവരെയെങ്കിലും എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ അവളുടെയും ഒരു എയിം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വിട്ട പരിപാടിയില്ല. ഞങ്ങൾ ചില സ്ഥലങ്ങളുണ്ട്, ബാംബു റെസ്റ്റോറൻറ്റിലൊക്കെ, അവിടെ പോയി ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. പിന്നെ ഇത് മാത്തിലാണ്, ഞങ്ങളുടെ ഒരു പറമ്പ് അവിടെ ഉണ്ട്. അവിടെ ചെറിയൊരു അരുവി, പച്ചപ്പ്, ഹരിതാഭ, ഇതൊക്കെ എൻജോയ് ചെയ്യും. അവിടെ പോയിട്ട് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രധാന പരിപാടികൾ. ഫുഡ് വിട്ട് പിന്നെ പരിപാടി വേറൊന്നും ഇല്ലല്ലോ. അവളുടെ കൂടെ അവൾ ചായ കുടിക്കില്ല, പക്ഷെ ഞാനൊരു ചായക്കാരിയാണ്. എന്നാലും ഞങ്ങൾ പോയി നാടൻ കടികളെല്ലാം ഒന്ന് ട്രൈ ചെയ്യും. എനിക്ക് ബാംഗ്ലൂർ വന്നതിന് ശേഷം ഇത് ബാംഗ്ലൂരും കിട്ടുന്നുണ്ട്, പക്ഷെ അവൾക്ക് ഡൽഹിയിൽ കുറച്ച് അവൈലബിലിറ്റി കുറവാണല്ലോ. പിന്നെ ഇനി അടുത്ത വർഷം വരാമല്ലോ എന്നൊരു പ്രതീക്ഷ. ജീവിതത്തിൽ എത്ര ദൂരെ പോയാലും നമ്മളേറ്റവും സത്യസന്ധമായി സ്വീകരിക്കുന്ന ഒരു സ്ഥലം അത് ഞങ്ങളുടെ വീട് തന്നെയാണല്ലേ. പിന്നെ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് ആ ഒരു ഫീലിംഗ് ഞങ്ങൾ വീണ്ടും വീട്, കുട്ടികൾ, ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്കുള്ള യാത്ര, അതും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഐ വിൽ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ ടു സ്പെൻഡ് സം ടൈം വിത്ത് മൈ സിസ്റ്റർ. അത് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനമാണ്. ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളും വർഷത്തിൽ ആരെങ്കിലും ഒരു പ്രാവശ്യം പോയിട്ടിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ പറയണം കേട്ടോ.